എത്ര മിനിറ്റിനുള്ളിൽ കവർ ചെയ്യണ്ട എന്നെ? എത്ര മണിക്കൂറിനുള്ളിൽ? 2 മണിക്കൂർ ഞാൻ മുകളിലെത്തും. നീയോ? 2 മണിക്കൂറിന് മുകളിലെത്തോ? ഞാൻ വെറും 1 മണിക്കൂർ. ഞാൻ 1 മണിക്കൂറിൽ മുകളിലെത്തും. ആകെ 2600 സംതിങ് മീറ്റർ അബോവ് സീ ലെവലുള്ളൂ. വളരെ കുറച്ചുള്ളൂ. അതെ, പെട്ടെന്നെത്തും. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഒരു എന്താ പറയുക, എൻ്റെ ലൈഫിലെ ആദ്യത്തെ ട്രക്കിങ്ങിനാണ് പോകുന്നത്. ഞാൻ മാത്രമല്ല, എൻ്റെ ബാച്ച്മേറ്റ്സ് എല്ലാവരും ഉണ്ട്. അറൗണ്ട് ഞങ്ങൾ ഒരു 13 പേര് ഒരുമിച്ചാണ് കയറാൻ പോകുന്നത്. അപ്പം എൻ്റെ ആദ്യത്തെ സമ്മിറ്റാണ് യുക്രൈനിലെ ഏറ്റവും വലിയ മല ഹൊവർല. അതാണ് ഇവിടുത്തെ യുക്രൈനിലെ ഏറ്റവും ഹയസ്റ്റ് മൗണ്ടെയിൻ. സോ അപ്പം അത് കയറാൻ പോവാണ്. എങ്ങനെ കയറും, ലാസ്റ്റ് അവിടെ എത്തുമ്പോൾ എന്തായിരിക്കും കോലം എന്നൊന്നും അറിയത്തില്ല. സോ അപ്പം നിങ്ങളെയും കൂടെ കൂട്ടാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ ജേർണിയിലേക്ക് ഒരുമിച്ച് നമുക്ക് പോവാം. എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി ജസ്റ്റ് ഫ്രഷനപ്പ് ആയിട്ട് നമ്മൾ ഇറങ്ങാൻ പോവാണ്. സോ ഇവിടെ നിന്ന് നമ്മൾ ബേസിലേക്ക് ഒരു മിനി ബസ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ദൂരം ഉള്ളതുകൊണ്ട് അപ്പോൾ നമ്മൾ മിനി ബസ്സിന് വെയിറ്റ് ചെയ്ത് ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുവാണ്. ബാക്കി നമുക്ക് വഴിയെ കാണാം. ഇവിടെ നല്ല തണുപ്പാണ്, കോട വരുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഡെന്ന എന്തോ ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾ കൊടുത്തോ. എല്ലാം പോയി. ആ കാണുന്ന യെല്ലോ ബസ്സിലാണ് ഞങ്ങൾക്ക് പോകാനുള്ളത്. അതാണ് ഞങ്ങളുടെ മിനി ബസ്. അപ്പൊ അതിനകത്തേക്ക് എല്ലാ സാധനങ്ങളും എല്ലാം ആയിട്ട് നമ്മൾ കയറാൻ പോവാണ്. ബാക്കിയുള്ളവര് പുറകെ വരുന്നുണ്ട് കേട്ടോ. ഏതെങ്കിലും സൈഡിലിരുന്നു അറിയില്ല. മെയിൻ ഡെസ്റ്റിനേഷനിൽ എത്താൻ ഏകദേശം 1.5 മണിക്കൂർ എടുത്തു. പോകുന്ന വഴിയൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. അവിടുത്തെ ഹൗസ് സ്ട്രക്ചേഴ്സ് ആണെങ്കിലും എല്ലാം കാണാനായിട്ട് ഒരുമാതിരി പഴയ യൂറോപ്പ് അല്ലെങ്കിൽ സ്വിറ്റ്സർലാൻഡ് ടൈപ്പ് ഒക്കെ തോന്നുന്നുണ്ടായിരുന്നു കാണാനായിട്ട്. പിന്നെ ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് ആൻഡ് ക്ലിക്ക് ദ ബെല്ലൈക്കൺ. എന്നാലാണ് ഞാൻ ഓരോ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. പിന്നെ ലൈക്ക്, ഷെയർ, കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ആ കാണുന്ന മലയാണ് ഞങ്ങൾക്ക് കയറാനുള്ളത്. അവിടേക്ക് അകത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് എൻട്രി ടിക്കറ്റ് എടുക്കണമായിരുന്നു. സോ എല്ലാവർക്കും എൻട്രി ടിക്കറ്റ് എടുത്ത് വീണ്ടും കുറച്ചും കൂടി അകത്തേക്ക് പോകാനുള്ള റൂട്ട് ഉണ്ട്. അപ്പൊ വീണ്ടും നമ്മൾ പ്രകൃതി രമണീയതയും എല്ലാം ആസ്വദിച്ച് വണ്ടി തന്നെ ഇരിക്കുമായിരുന്നു. പിന്നെയാണെങ്കിൽ വണ്ടിയിൽ പാട്ടും ഭയങ്കര ഡാൻസും ഒച്ചയും ബഹളവും ഒക്കെ ആയിരുന്നു. അത് നിങ്ങൾക്ക് വഴിയെ ഇപ്പൊ കാണാൻ പറ്റും. ഭയങ്കര എൻജോയ് ചെയ്താണ്ടോ ഞങ്ങൾ പോയത്. അവർ അങ്ങനെ ഞങ്ങൾ ജെറൂസലേം ബേസിലെത്തി. ഇനി ഇവിടെ നിന്ന് ഫുൾ കാൽനട യാത്രയാണ്. അപ്പൊ നമുക്കിനി നടന്ന് നീങ്ങാനുള്ളതാണ്. അതുപോലെ ഈ മൗണ്ട് ഹൊവർല 2061 മീറ്റർ ഹൈ ആണ്. ഏകദേശം 6762 ഫീറ്റ് അബവ് സീ ലെവൽ ആണ് വരുന്നത്. ഇതാണ് ഇവിടുത്തെ യുക്രൈനിലെ ഹൈയസ്റ്റ് മൗണ്ടെയിൻ. പിന്നെ മൗണ്ട് ഹൊവർല ഷെയർ ഇറ്റ്സ് ബോർഡർ ബിറ്റ്വീൻ സകാർപാത്തിയ മൗണ്ടെയിൻസ് ആൻഡ് ഇവാനോ ഫ്രാങ്കീവ് റീജിയൻസ് വിത്തിൻ ദ ചെർണോഹോറ റേഞ്ച്. മൗണ്ട് ഹോവർല ഒരു മേജർ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ പോയിന്റ് കൂടിയാണ് കേട്ടോ. പിന്നെ നമ്മൾ വന്ന വഴിക്ക് കടയിൽ കുറെ മെഡൽസും അങ്ങനത്തെ കണ്ടല്ലോ. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഹൈക്കിംഗ് സ്റ്റിക്സും ഒക്കെ റെന്റിന് കിട്ടും. ആവശ്യമുള്ളവർക്ക് നമുക്ക് താഴെ ബേസിൽ നിന്ന് മേടിക്കാം. അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ഈറ്റബിൾസ്, ഡ്രിങ്ക്സ്, അങ്ങനെയുള്ള ഐറ്റംസ് ആണ് ഇവിടെ കൂടുതലും ബേസിലുള്ള ഷോപ്സിലുണ്ടായിരുന്നത്. ഏതിലാ പോന്നെ? അയ്യോ, ஓகே நம்ம இப்ப இங்க green 2000 meters maybe இங்க இருக்கோம். இப்படி போய் greenல போய்டா. வேணா green சுத்து. இல்ல green அத்தனை ஒரே வழி, வேற எங்கடா வழி இருக்கு? This is us before climbing ഹൊവർല. അതെ, ബാക്കി മോളിൽ പോയിട്ട് കാണാം. അതെ. ഞങ്ങൾ മല കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ല രസമുണ്ട് റൂട്ടൊക്കെ കാണാനായിട്ട്. നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ അസിസ്റ്റൻസ്. അയ്യോ, ബാഡനെ. അതെ, ഇപ്പൊ സ്റ്റാർട്ടിങ് തൊട്ടെല്ലാം ഈ റൂട്ട് മൊത്തം ഇങ്ങനത്തെ ട്രീ റൂട്ട്സ് ആണുള്ളത്. അപ്പൊ അതിനകത്ത് ചവിട്ടി നടന്നു പോകാൻ എളുപ്പമാണ്. പിന്നെ അതുപോലെ ദൂരെ നോക്കി അവിടെ ക്യാമ്പിംഗ് സൈറ്റ് പോലെ കുറെ ആൾക്കാരുണ്ട്. അപ്പം അവിടെ ഈ യൂണിവേഴ്സിറ്റീസ് അല്ലെങ്കിൽ അങ്ങനെ സ്കൂൾസിൽ നിന്നൊക്കെ ക്യാമ്പ് ചെയ്ത് വന്നിട്ട് അതുപോലെ ആക്ടിവിറ്റീസ് അങ്ങനെയുള്ള ഐറ്റംസ് ആണ് ഇവിടെ മെയിൻ ആയിട്ട് നടക്കുന്നതെന്നാണ് നമ്മൾ അറിഞ്ഞത്. പിന്നെ നല്ല രസമാണ് ഇവിടെ മൊത്തം. നേച്ചറിന്റെ സൗണ്ടും എല്ലാം ആയിട്ട് നമുക്ക് ഇങ്ങനെ ഉയരങ്ങളിലേക്ക് പോകുന്ന രമ്യാജി.
നടക്കുമ്പോൾ സൂക്ഷിച്ച് നടക്കാണ്ട് കാലൊന്ന് അങ്ങോട്ടോ അങ്ങോട്ടോ പോയാൽ താഴെ കിടക്കും. ഇനി കുറച്ച് ഞാൻ മിണ്ടാണ്ടിരിക്കാം, നിങ്ങൾ നേച്ചറിന്റെ സൗണ്ടേക്ക്. പായല് ബാ. ഒരു 9 മണിയായപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത് കയറാനായിട്ട്. കാണാൻ പറ്റുമായിരിക്കും ബാക്കിൽ. ഞങ്ങൾ ഇത്രയും കയറി, ഇനിയും കുറേ കയറാനുണ്ട്. നല്ല രസമുണ്ട്. ലൈക്ക് ക്ലൈമറ്റും നല്ല ഭംഗിയുണ്ട്, തണുപ്പുമുണ്ട്, സൂര്യനും ഉണ്ട്. കയറാൻ പറ്റിയ ക്ലൈമറ്റ്. അതുപോലെ ഭയങ്കര വെയിലോ ഭയങ്കര തണുപ്പൊന്നുമില്ല. പിന്നെ ഇപ്പം അണച്ചു തുടങ്ങി. പ്രായത്തിൻ്റെതായ കുറച്ച് ലക്ഷണങ്ങളാണെന്ന് തോന്നുന്നു. അപ്പോൾ ഈ കുറേ മരത്തിൻ്റെ വേരൊക്കെ ഉണ്ട്, അതിലാണ് നമ്മൾ ചവിട്ടി ചവിട്ടി കയറി പോകുന്നത്. ഞാൻ ഇടയ്ക്ക് വീഡിയോയിൽ കാണിക്കാം കേട്ടോ വേരൊക്കെ. അപ്പോൾ ഈ അണച്ചു തുടങ്ങി ഇത്ര പെട്ടെന്ന്. നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. 2060 സംതിങ് 600 സംതിങ് ആണ് ഇതിൻ്റെ ഹൈറ്റ് ടോട്ടൽ വരുന്നത്, ലൈക്ക് എബോവ് സീ ലെവൽ. നമുക്കപ്പം ടോപ്പിലെത്തണം. അപ്പോൾ ഞാൻ അധികം സംസാരിച്ച അണച്ചു പോകുമെന്ന് തോന്നുന്നു. പിന്നെ നല്ല സൗണ്ടായി, ലൈക്ക് ഈ പുഴ ഒഴുകണേൻ്റെ ഒക്കെ സൗണ്ടും കിളികളുടെ സൗണ്ടൊക്കെയാണ് ഫുൾ. കണ്ടോ? ഹിയർ കംസ് ഡെന്ന. എന്താ പറയണോ ഡെന്നെ? എടി ഞാൻ അണച്ചു തുടങ്ങിയടി. ഓക്കെ, എനർജി സേവിങ് മോഡിലാണ്. അതാണ് ആളൊന്നും മിണ്ടാത്തത്. ഞാൻ എനർജി സേവിങ് മോഡ് പോട്ടെ, അല്ലെങ്കിൽ കയറാൻ പറ്റില്ല മൊത്തം. അപ്പം ഞങ്ങൾക്ക് ഞാൻ വഴി കാണിച്ചു തരാം ഇനി. ഞങ്ങൾ മല കയറാൻ വേണ്ടി എടുത്ത റൂട്ട് ഗ്രീൻ റൂട്ടാണ് കേട്ടോ. സോ അപ്പോൾ പോണ വഴിക്കൊക്കെ മരങ്ങളിൽ ഇങ്ങനെ മാർക്കിങ്സ് ഉണ്ടാവും, ഗ്രീൻ മാർക്കിങ്സ് കണ്ടില്ലേ, ഗ്രീൻ മാർക്കിങ്. അപ്പം നമ്മൾ പോണ റൂട്ട് കറക്റ്റാന്നുള്ളതാണ് കേട്ടോ എൻ്റെ അർത്ഥം. കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും ചൂടെടുത്ത് ജാക്കറ്റ് ഊരി മുടിയും കെട്ടി. ഇപ്പോൾ ഇതാണ് കോലം. ഇനിയും കുറേ പോകാനുണ്ട്, ഒന്നും ആയിട്ടില്ലെന്നാണ് ഇവർ പറഞ്ഞത്. കയറിക്കൊണ്ടിരിക്കുന്നു. അടക്ക ചെറിയ സ്റ്റോപ്പൊക്കെ എടുത്ത് പതിയെ ഇരുന്നിട്ടൊക്കെയാണ് നടക്കുന്നത്. Hari, you can also. നീ കരുനാക്കുളച്ച് പറയല്ലേ. അങ്ങനെ രണ്ടുപേരും മരത്തിൽ വലിഞ്ഞ് കയറിയിട്ടുണ്ട്. അപ്പോൾ അവർ രണ്ടുപേരും സേഫ് ആയിട്ട് ലാൻഡ് ചെയ്യുമെന്ന് പറയാനായിട്ട് നിങ്ങൾ സെക്കൻഡ് വീഡിയോ കാണണം. അതിനായി നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്, എന്നാലേ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അതുപോലെ ലൈക്ക്, ഷെയർ, കമന്റ് ചെയ്യണേ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പാർട്ടിൽ കാണാം. ടാറ്റാ, ബൈ ബൈ.